പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി.വി. ഭാരതത്തിലേക്കുള്ള ഇസ്കോൺ സംഘത്തെ ബംഗ്ലാദേശ് തടഞ്ഞു. അഗർത്തലയിൽ നിന്നുള്ള ബസിന് നേരെയും ആക്രമണം. ധാക്ക, ബംഗ്ലാദേശ്. ഭാരതത്തിൽ ഹരേകൃഷ്ണ പരിപാടികൾക്കായി യാത്ര തിരിച്ച സന്യാസിമാരടക്കമുള്ള ഇസ്കോൺ തീർത്ഥാടക സംഘത്തെ ബംഗ്ലാദേശ് പോലീസ് തടഞ്ഞു. സന്യാസിമാരെ ബെനാപോൾ അതിർത്തിയിൽ തടഞ്ഞ് തിരികെ അയച്ചു. മതിയായ യാത്രാരേഖകളുണ്ടായിട്ടും സന്യാസിമാരെ അനുഷ്ഠാനപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നു. സന്യാസി സംഘത്തെ അതിർത്തി കടക്കാൻ അനുവദിക്കരുതെന്ന് ഉന്നത അധികാരികളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ബെനാപോൾ ഇമിഗ്രേഷൻ പോലീസിന്റെ ചുമതലയുള്ള ഓഫീസർ ഇംതിയാസ് അസനുൽ ഖാദിർ ഭൂയാൻ പറഞ്ഞു. മതിയായ യാത്രാരേഖകളുണ്ടെങ്കിലും അവർക്ക് യാത്രാ അനുമതി ഉണ്ടായിരുന്നില്ലെന്നാണ് ഇമിഗ്രേഷൻ ഓഫീസറുടെ വാദം. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭക്തരടക്കം 54 പേരാണ് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയുമായി ചെക്ക് പോസ്റ്റിൽ എത്തിയത്. മണിക്കൂറുകളോളം അനുമതിക്കായി കാത്തിട്ടും മടക്കി അയക്കുകയായിരുന്നെന്ന് ഇസ്കോൺ അംഗമായ സൗരഭ് തപന്തർ ചെലി പറഞ്ഞു. അതിനിടെ ഭാരതത്തിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് പോയ തീർത്ഥാടക വാഹനത്തിനു നേരെ ആക്രമണമുണ്ടായി. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്ന് കൊൽക്കത്തയ്ക്ക് പോകുകയായിരുന്ന ബസ്സാണ് ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെട്ടത്. ത്രിപുര ഗതാഗത മന്ത്രി സുശാന്ത് ചൗധരിയാണ് ഇത് അറിയിച്ചത്. ബംഗ്ലാദേശിലെ ബ്രഹ്മൻബാരിയ വിഷ്യ റോഡിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. ബസിന്റെ ചിത്രങ്ങളടക്കം ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് സുശാന്ത് ചൗധരി ഇതിനെതിരെ പ്രതികരിച്ചത്. യാത്രക്കിടെ അക്രമി സംഘം ഒരു ട്രക്ക് കൊണ്ടുവന്ന് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഭാരതീയരെ അവർ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ഭാരത വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. കൊൽക്കത്തയ്ക്കും അഗർത്തലയ്ക്കുമിടെ ബസ്സുകൾ ധാക്ക വഴിയാണ് സർവീസ് നടത്തുന്നത്. ദൂരവും ചെലവും കുറവായതിനാലാണ് ഈ പാത തെരഞ്ഞെടുക്കുന്നത്. ബസ്സിനു നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ പറഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട, വ്യാപക പ്രതിഷേധം. ന്യൂഡൽഹി. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ രാജ്യ തലസ്ഥാനത്തും പ്രതിഷേധം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ജന്തർ മന്ദറിൽ പ്രതിഷേധ ധർണ നടത്തി. സന്യാസി വര്യർ, വിവിധ ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബംഗ്ലാദേശിലെ സ്ഥിതി ആശങ്കാജനകമാണെന്ന് VHP ഡൽഹി സംസ്ഥാന പ്രസിഡന്റ് കപിൽ ഖന്ന അഭിപ്രായപ്പെട്ടു. ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഭാരത സർക്കാർ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് ഹിന്ദുക്കൾ അക്രമം ഭയന്ന് പലായനം ചെയ്യുന്നു. നിരവധി പേർ പീഡനങ്ങൾക്കിരയായി. വീടുകളും വസ്തുവകകളും നശിപ്പിക്കപ്പെട്ടു. ഡോക്ടറോ അഭിഭാഷകനോ സന്യാസിയോ സാധാരണക്കാരനോ എന്ന വ്യത്യാസമില്ലാതെ ഹിന്ദുവായതിനാൽ എല്ലാവരും അക്രമങ്ങൾക്കിരയാകുന്നു. അത് അപലപനീയമാണ്. അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദു സമൂഹത്തിനു നേരെയുള്ള അക്രമങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് മഹന്ത് നവൽ കിഷോർ ദാസ് പറഞ്ഞു. ആരാധനാലയങ്ങൾ തകർക്കുന്നു, ആദരണീയരായ സന്യാസിമാരെ ജയിലിലടയ്ക്കുന്നു. ഇത് അംഗീകരിക്കാനാകില്ല. ലോകം മുഴുവനുമുള്ള ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും തങ്ങളുടെ പങ്കു വഹിക്കാൻ മുന്നോട്ട് വരണമെന്ന് VHP സംസ്ഥാന സെക്രട്ടറി സുരേന്ദ്ര ഗുപ്ത ആവശ്യപ്പെട്ടു. VHP ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി മുകേഷ്, സംസ്ഥാന സംഘടനാ സെക്രട്ടറി സുബോധ്, ബജ്രംഗ് ദൾ സംസ്ഥാന സംയോജക് ജഗ്ജിത് സിംഗ് ഗോൾഡി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെയിൻജൽ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. കൊച്ചി. ഫെയിൻജൽ ചുഴലിക്കാറ്റ് കരകയറി ദുർബലമായി കേരളത്തിന്റെ സമീപത്തെത്തിയതോടെ സംസ്ഥാനത്ത് മഴ ശക്തമായി. ഏതാനും ദിവസമായി പലയിടത്തും മഴ ആരംഭിച്ചിരുന്നു. ഡിസംബറിൽ പതിവില്ലാത്ത മഴയാണ് സംസ്ഥാനത്ത് തുടരുന്നത്. മഴയ്ക്കൊപ്പം തണുപ്പും മഞ്ഞും ശക്തമായതോടെ ജീവിതം ദുസ്സഹമായി. പകൽ പോലും രാത്രിയുടെ പ്രതീതി. ഇന്നലെ വടക്കൻ ജില്ലകളിൽ കൂടുതൽ ശക്തമായ മഴ ലഭിച്ചു. പുഴകളിലും ജലസംഭരണികളിലും ജലനിരപ്പുയർന്നു. മധ്യ കേരളത്തിലും ഭേദപ്പെട്ട മഴ കിട്ടി. ഇന്നലെ രാവിലെ അവസാനിച്ച 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. 19 സെന്റിമീറ്റർ, കോട്ടയം 18, കുരുടാമൺ 17, കോന്നി, കാഞ്ഞിരപ്പള്ളി, റാന്നി 16 സെന്റിമീറ്റർ വീതം. സംസ്ഥാനത്താകെ 13 സ്റ്റേഷനുകളിൽ തീവ്രമഴ 11.56 രേഖപ്പെടുത്തി. തുലാവർഷത്തിൽ ഒക്ടോബർ 1 മുതൽ കേരളത്തിൽ 39.56 സെന്റിമീറ്റർ മഴ കിട്ടി. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും. മറ്റു ജില്ലകളിൽ ഇന്നു മുതൽ മഴ കുറയും. മതപരിവർത്തന വിരുദ്ധ ബിൽ
രാജസ്ഥാൻ പാസാക്കി 10 വർഷം വരെ തടവ്. ജയ്പൂർ, രാജസ്ഥാൻ. കബളിപ്പിച്ചും നിർബന്ധിച്ചും മതം മാറ്റുന്നത് നിരോധിച്ച് രാജസ്ഥാൻ സർക്കാർ. ജയ്പൂർ, രാജസ്ഥാൻ. കബളിപ്പിച്ചും നിർബന്ധിച്ചും മതം മാറ്റുന്നത് നിരോധിച്ച് രാജസ്ഥാൻ സർക്കാർ. നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായവർക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രായപൂർത്തിയാകാത്തവരെയോ സ്ത്രീകളെയോ പട്ടികജാതി വർഗ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയോ മതം മാറ്റിയാൽ 2 മുതൽ 10 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. നിർബന്ധിച്ചോ പ്രേരിപ്പിച്ചോ നടത്തുന്ന ഏത് വിവാഹവും അസാധുവാക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. മതം മാറാൻ ആഗ്രഹിക്കുന്നവർ 60 ദിവസം മുമ്പെങ്കിലും ജില്ലാ കളക്ടറെ അറിയിക്കണം. മതം മാറുന്ന ഏത് ചടങ്ങിനും 30 ദിവസത്തെ നോട്ടീസ് നൽകേണ്ടി വരും. മതം മാറിയ ശേഷം ബന്ധപ്പെട്ട വ്യക്തി 60 ദിവസത്തിനകം കളക്ടർക്ക് സത്യവാങ്മൂലം നൽകണം. വ്യക്തികളെയോ സമൂഹങ്ങളെയോ വഞ്ചന, സമ്മർദ്ദം, മറ്റ് നിർബന്ധിത മാർഗങ്ങൾ ഉപയോഗിച്ച് മതം മാറാൻ നിർബന്ധിക്കുന്നത് നിയമം കർശനമായി വിലക്കുമെന്ന് രാജസ്ഥാൻ നിയമമന്ത്രി ജോഗ്രാം പട്ടേൽ പറഞ്ഞു. 2006-ൽ വസുന്ധര രാജയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ബിൽ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അനുമതി ലഭിക്കാത്തതിനാൽ അത് പ്രാബല്യത്തിൽ വന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബിയാങ്ക നാടിന്റെ അഭിമാനമായി. ചിത്രങ്ങൾ പാഠപുസ്തകത്തിലേക്ക്. മട്ടാഞ്ചേരി. ജന്മബാധിതയായ ബിയങ്കയുടെ ചിത്രങ്ങൾ പുതുതായി പുറത്തിറങ്ങുന്ന SCERT പാഠപുസ്തകങ്ങളിൽ ഇടം നേടുന്നു. ലോക ഭിന്നശേഷി ദിനത്തിൽ ബിയങ്ക നാടിന്റെ ശ്രദ്ധാകേന്ദ്രമായി. അധ്യാപകർക്കും സഹപാഠികൾക്കും അഭിമാനവും. ചെറുപ്പം മുതൽ ചിത്രം വരയ്ക്കുമായിരുന്നു. SCERT 14 ജില്ലകളിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത കുട്ടികളിൽ ബിയങ്കയുമുണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ നിന്നാണ് ബിയങ്ക വരച്ച ചിത്രം പാഠപുസ്തകത്തിലേക്ക് പരിഗണിച്ചത്.